ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ ഒരു ചരിത്ര വിചാരം, വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള പാഠവും പൊരുളും അതിൻ്റെ ആമുഖ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വർത്തമാന പുസ്തകമെന്ന് പറയുന്നത് നസ്രാണി ചരിത്രത്തിലെ വിമോചന ഗാഥയാണ്. മലയാളത്തിലെ പ്രഥമ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം വെറുമൊരു യാത്രാവിവരണം മാത്രമല്ല, മറിച്ച് 18-ാം നൂറ്റാണ്ടിലെ കേരള സഭയുടെ സ്വത്വബോധത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രഖ്യാപനം കൂടിയാണ്. പ്രത്യേകമായി ഓർക്കേണ്ട കാര്യം ഇതാണ്: യാത്രാവിവരണം മാത്രമാണ് നമ്മൾ കരുതരുത്. അതിനേക്കാൾ പ്രാധാന്യമുള്ളത് 18-ാം നൂറ്റാണ്ടിലെ കേരള സഭയുടെ സ്വത്വബോധത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പ്രഖ്യാപനം കൂടിയാണ്. പാറേമാക്കൽ തോമാ കത്തനാർ രചിച്ച ഈ കൃതി സഭാചരിത്രത്തിലും സുവർണ അധ്യായമാണ്. ഈ പുസ്തകത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലവും വീരനായകരെക്കുറിച്ചുമാണ് നമുക്ക് കാണാനായിട്ട് പോവുക. 18-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ കേരളത്തിലെ നസ്രാണി സമൂഹം വിദേശ പാതിരിമാരുടെ ഭരണകൂട തന്ത്രങ്ങൾക്കും സഭയ്ക്കുള്ളിലെ വിവേചനത്തിനുമിടയിൽ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് സഭയുടെ സ്വയം ഭരണത്തിനായി 2 ധീര നേതാക്കന്മാർ ഉദിച്ചുയരുന്നത്: മാർ ജോസഫ് കരിയാറ്റിയും അതുപോലെ തന്നെ പാറേമാക്കൽ തോമാ ഗവർണദോറും. മാർ ജോസഫ് കരിയാറ്റി സമുദായത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവമയച്ച മോശയെപ്പോലെ ഇദ്ദേഹത്തെ ഗ്രന്ഥകാരന്മാർ വിശേഷിപ്പിക്കുകയാണ്. റോമിൽ വെച്ച് മെത്രാപ്പോലിത്തയായി അഭിഷിക്തനായെങ്കിലും 1786 ഗോവയിൽ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ അദ്ദേഹം അന്തരിച്ചു. 2-ാമത്തെ വ്യക്തി പാറേമാക്കൽ തോമാ ഗവർണദോറാണ്. കരിയാറ്റിയുടെ വിയോഗശേഷം 13 വർഷം ഗവർണർദോർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയി സഭയെ നയിച്ചു. ടിപ്പുവിൻ്റെ ആക്രമകാലത്തും സഭയെ ചിതറിപ്പോകാതെ കാത്തത് പാറേമാക്കൽ തോമാ ഗവർണദോറിൻ്റെ നേതൃത്വമാണ് നൽകിയതെന്ന് നമുക്ക് പുസ്തകത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 2-ാമത്തെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് വർത്തമാന പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും പ്രാധാന്യവുമാണ്. കേരളത്തിൽ നിന്നും റോമിലേക്കും പോർച്ചുഗലിലേക്കും നടത്തിയ സുദീർഘവും ദുർഘടവുമായ യാത്രയാണ് ഈ ഗ്രന്ഥം വിവരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, വിദേശ പാതിരിമാർ നസ്രാണികളോട് കാണിച്ച നീതികേടുകളും റോമിലും ലിസ്ബണിലും തങ്ങൾ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങളും സത്യസന്ധമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വർത്തമാന പുസ്തകത്തിൻ്റെ ഭാഷാശൈലി 18-ാം നൂറ്റാണ്ടിലെ നസ്രാണി മലയാളത്തിൻ്റെ തനിമ ഇതിൽ കാണാം. അതായത് നീളമുള്ള വാക്യങ്ങളും സുറിയാനി ലത്തീൻ പദങ്ങളുടെ മലയാളീകരിച്ച രൂപങ്ങളും, ഉദാഹരണമായിട്ട് എവങ്കലിയോൻ, അരയാപോലീസ്, ഇങ്ങനെയുള്ള സുറിയാനി ലത്തീൻ പദങ്ങളുടെ മലയാളീകരിച്ച രൂപങ്ങളും ഇതിൻ്റെ പ്രത്യേകതയാണ്. വിമോചന പ്രഖ്യാപനം എന്നാൽ സ്വന്തം മണ്ണിലെ മക്കൾക്ക് സഭ ഭരിക്കാൻ അവകാശമുണ്ട് എന്ന വിപ്ലവകരമായ ചിന്തയാണ് ഈ കൃതിയുടെ അന്തസത്ത. ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കൃതിയെ മുഴുവൻ കാണുന്നൊരു കാര്യം ഇതാണ്: സ്വന്തം മണ്ണിലെ മക്കൾക്ക് സഭ ഭരിക്കാൻ അവകാശമുണ്ട്. ഈ വിപ്ലവകരമായ ചിന്ത നമുക്ക് ഈ മുന്നോട്ടുള്ള ദിവസങ്ങളിലെ ക്ലാസ്സുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു മുഖവര നമുക്ക് നൽകിയിരിക്കുന്നത് വിശകലനം ചെയ്യാം. ഗ്രന്ഥത്തിൻ്റെ മുഖവര വായനക്കാരെ ഈ ഐതിഹാസിക യാത്രയ്ക്കായിട്ട് മാനസികമായി തയ്യാറെടുപ്പിക്കുന്നു. ഇതിനെ താഴെ പറയുന്ന 4 തലങ്ങളിൽ നമുക്ക് വിശകലനം ചെയ്യാം. 1, സമുദായ പാരമ്പര്യമാണ്. ദൈവപരിപാലനയും അന്യമതസ്ഥർക്കിടയിൽ കഴിഞ്ഞിട്ടും തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ച നസ്രാണികളെ
ഈജിപ്തിൽ സംരക്ഷിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോട് അദ്ദേഹം ഉപമിക്കുകയാണ്. രണ്ടാമതായിട്ട് നേതൃത്വത്തിനായിട്ടുള്ളൊരു ദാഹം ആണ്. ജാതിയിൽ തലവനും വേദവാഴിയും നിൽക്കാതെ കണ്ട് ജാതിക്കു കരുത്തും ശക്തിയും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് സഭയെ നയിക്കാൻ സ്വദേശി നേതൃത്വം അത്യാവശ്യമാണെന്ന് അദ്ദേഹം വാദിക്കുകയാണ്. മൂന്നാമതായി നമ്മൾ കാണുക രചനയുടെ ലക്ഷ്യമാണ്. തൻ്റെ സമുദായ അംഗങ്ങൾക്ക്, പ്രത്യേകമായിട്ട് പറയുന്നു ജ്യേഷ്ഠ അനുജന്മാർക്ക്, അറിവ് പകരുക എന്നതിലുപരി സഭയിലെ വിവേചനങ്ങൾക്കെതിരെ അവരെ ഉണർത്തുകയും ഐക്യപ്പെടുത്തുകയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ പ്രധാന രൂപകങ്ങൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. 3 രൂപകങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ നസ്രാണി സമുദായത്തെയാണ് ഉദ്ദേശിക്കുക. ഇവിടെ മോശ എന്ന് പറയുന്നത് കരിയാറ്റിൽ മാർ യോസേപ്പിനെ കുറിച്ചാണ് പറയുക. ശത്രുക്കൾ എന്ന് പറയുന്നത് പുരുഷൻ്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുമുറ്റത്തുള്ളവർ. ഇത് സഭയ്ക്കുള്ളിലെ വിദേശാധിപത്യത്തെയാണ് സൂചിപ്പിക്കുക. 4 പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ ഒറ്റനോട്ടത്തിൽ കാണുകയാണ്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ. ഒന്ന്, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്, വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് പാറേമാക്കൽ തോമാ കത്തനാരാണ്. രചന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1785. ഇതിലെ പ്രധാന പ്രമേയം എന്നാൽ സഭാ സ്വാതന്ത്ര്യം, യാത്രാ വിവരണം, സ്വദേശി നേതൃത്വം എന്നിവയാണ്. ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 1773 മാർ ഫ്ലോറൻസിയോസ് മെത്രാൻ്റെ മരണാനന്തരമുള്ള സംഭവങ്ങളാണ്. ഇതിനെല്ലാത്തിനൊരു ഉപസംഹാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തം ജനതയുടെ സ്വത്വത്തിനും അന്തസ്സിനും വേണ്ടി നിലകൊണ്ട വിപ്ലവകാരികളായിരുന്നു കരിയാറ്റിയും പാറേമക്കലും. വർത്തമാന പുസ്തകം പഠിക്കുമ്പോൾ നാം വായിക്കുന്നത് കേവലം ഒരു യാത്രയല്ല, മറിച്ച് നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരും ചോരയും കലർന്ന അതിജീവനത്തിൻ്റെയും സ്വയംഭരണത്തിനായുള്ള പോരാട്ടത്തിൻ്റെയും കഥയാണ്. നമ്മുടെ ആമുഖ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നൽകുന്നുണ്ട്. അത് നമുക്ക് പഠിക്കാനായിട്ട് തയ്യാറാവുക. ഈ ക്ലാസ് 1-2 തവണ കേൾക്കുകയും അതോടൊപ്പം തന്നെ വർത്തമാന പുസ്തകം പാറേമാക്കൽ ഗവർണർദോർ എഴുതിയ പുസ്തകത്തിൻ്റെ ഭാഷാന്തരം പ്രൊഫസർ ജോൺ മാലിയേക്കൽ നടത്തിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അത് നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഇതുവരെയുള്ള എടുത്ത നമ്മുടെ ഈ ഒരു ആമുഖ ഭാഗം മുഴുവനും ആ പുസ്തകത്തിൻ്റെ 56-ാമത്തെ പേജ് വരെയുള്ള കാര്യങ്ങളുടെ എല്ലാം എടുത്താണ് ഒരു ആമുഖം പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. കൂടുതൽ അറിവിലേക്ക് 56 വരെ, ഈ ക്ലാസ്സിന് മുമ്പോ അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷമോ കേട്ടതിന് ശേഷമോ 56 വരെയുള്ള പേജുകൾ വായിക്കുന്നത് ഉചിതമാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? രചയിതാവ് വർത്തമാന പുസ്തകം പാറേമാക്കൽ തോമാ കത്തനാർ. മാർ ജോസഫ് കരിയാറ്റി ജനിച്ച വർഷവും സ്ഥലവും ഏതാണ്? 1742 മെയ് 5 ആലങ്ങാട്ടുകരയിൽ. കത്തോലിക്കാ സഭയുടെ സിദ്ധാന്തങ്ങൾ ചുരുക്കി പ്രതിപാദിക്കുന്നതിനായി മാർ കരിയാറ്റി രചിച്ച ഗ്രന്ഥം ഏതാണ്? വേദതർക്കം. പാറേമാക്കൽ തോമാ കത്തനാർ ഏതു സ്ഥാനപ്പേരിലാണ് സഭാ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്? ഗോവർണർദോർ.
മാർ കരിയാറ്റിയും പാറേമാക്കൽ കത്തനാരും ഏതു ലക്ഷ്യത്തോടെയാണ് റോമിലേക്ക് യാത്ര തിരിച്ചത്? വിദേശ പാതിരിമാരുടെ ഭരണത്തിൽ നിന്നും സഭയെ മോചിപ്പിക്കാനും നിരണത്തെ 6-ാം മാർത്തോമാ മെത്രാനുമായുള്ള പുനരൈക്യ ശ്രമങ്ങൾ പൂർത്തിയാക്കാനും. ഏതു വർഷമാണ് മാർ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലിത്തയായി അഭിഷിക്തനായത്? എവിടെ വച്ചായിരുന്നു അത്? 1783 ഫെബ്രുവരി 17 ലിസ്ബണിൽ വച്ച്. ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തെ തുടർന്ന് പാറേമാക്കാൽ ഗോവർണദോർ സഭ ആസ്ഥാനം അങ്കമാലിയിൽ നിന്നും എവിടേക്കു മാറ്റി? വൈക്കത്തിനടുത്തുള്ള വടയാർ. മാർ ജോസഫ് കരിയാറ്റിയുടെ മരണം സംഭവിച്ചത് എന്ന് എവിടെ വച്ച്? 1786 സെപ്റ്റംബർ 9 ഗോവയിൽ വച്ച്. വർത്തമാന പുസ്തകത്തിൻ്റെ മുഖവുരയിൽ മാർ കരിയാറ്റിയെ ആരോടാണ് ഉപമിച്ചിരിക്കുന്നത്? മോശയോട്. പാറേമാക്കൽ തോമാ കത്തനാർ അന്തരിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടം എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? 1799 മാർച്ച് 20 രാമപുരം പള്ളിയിൽ.